ഏവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബയോസിന്തസിസ് ആൻഡ് കാറ്റാബോളിസം ഓഫ് ദി അസറ്റൈൽകൊളീൻ. സോ അസറ്റൈൽകൊളീൻ എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഈ അസറ്റൈൽകൊളീൻ മെയിനായിട്ട് സിന്തസൈസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും കോളിനർജിക് ന്യൂറോണിൻ്റെ സഹായത്തോടെയാണ്. അസറ്റൈൽകൊളീൻ സിന്തസിസ് മെയിൻലി നടക്കുന്നത് നമ്മുടെ നെർവുകളിലാണ്. അവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൽ ഗ്രൂപ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അസറ്റൈൽ കോഎൻസൈം മെയിൽ നിന്നും കോളീനിലേക്കാണ് എന്ത് സംഭവിക്കുന്നത്, ഈ അസൈൽ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നെങ്കിൽ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എൻസൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു റിയാക്ഷനാണ്, അതായത് എൽസെറീൻ NH2 CHCOH CH2OH ഇതാണ് എൽസെറീൻ. ഈ എൽസെറീൻ സെറിൻ ഡീകാർബോക്സിലേസിൻ്റെ പ്രസൻസിലെ NH2 CH2 COOH ആയി മാറും. അതാണ് 2-അമിനോ എത്തനോൾ. അത് കൊളീൻ N-മീഥൈൽ ട്രാൻസ്ഫറേസും അഡിനോസിൽ മെത്തിയോണിൻ്റെ പ്രസൻസിൽ നമുക്ക് കൊളീനും പിന്നെ നമുക്ക് ഇത് അസറ്റൈൽകോയാണ്. ഇത് അസറ്റൈൽകോയ ഇങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ആവും. അതായത് സ്പ്ലിറ്റ് അല്ലാവുന്നത് ഈ കൊളീനും പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അസറ്റൈൽകോയ മോളിക്യൂളും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ അസറ്റൈൽ കൊളീനും HSCoA എന്ന് പറയുന്ന ഒരു ബൈ പ്രൊഡക്റ്റും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും അസറ്റൈൽ കോളീൻ്റെ ബയോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെറ്റാബോളിസം അല്ലെങ്കിൽ ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു അസറ്റൈൽ കോളീൻ സ്റ്റോർ ചെയ്യുന്നത് സിനാപ്റ്റിക് വെസിക്കിൾസിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരികയാണെങ്കിൽ നമ്മുടെ നെർവ് ടെർമിനലിൻ്റെ ഡീപോളറൈസേഷൻ നടക്കും. അപ്പോൾ മെംബ്രെയിൻ പെർമിയബിലിറ്റി കാൽഷ്യത്തിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവും. അപ്പോൾ കാൽഷ്യം എന്ത് ചെയ്യും, ആ നെർവ് ടെർമിനലിൽ എൻ്റർ ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അസറ്റൈൽ കോളീൻ്റെ റിലീസ് അവിടെ സംഭവിക്കും. റിലീസ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മെയിനായിട്ടും പറയുന്നത് എന്തൊക്കെ ആക്ഷൻ അസറ്റൈൽ കോളീൻ ചെയ്യുമെന്നാണ്. ആ റിലീസായിട്ടുള്ള അസറ്റൈൽ കോളീൻ ചെന്നിട്ട് റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്യും. ടാർജറ്റ് റിസപ്റ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ടാർജറ്റ് ഓർഗൻ്റെ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അസറ്റൈൽ കോളീൻ ഹൈഡ്രലൈസ് ചെയ്യുന്നത് അസറ്റൈൽ കോളീൻ എസ്ട്രേസിൻ്റെ സഹായത്തോടെയാണ്. എന്നിട്ട് സ്പ്ലിറ്റായിട്ട് കോളീനും അസറ്റേറ്റും ആയിട്ടും സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെയിൻലി കാറ്റാബോളിസം എന്ന് പറയുന്നത്. കോളീനും അസറ്റേറ്റും ആയിട്ട് സ്പ്ലിറ്റ് ആവും. നമ്മുടെ അസറ്റൈൽ കോളീൻ സ്പ്ലിറ്റ് ആയിട്ട് കോളീനും അസറ്റേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിനാണ് ആക്ച്വലി എന്ത് കാറ്റാബോളിസം എന്ന് പറയുന്നത്. കാറ്റാബോളിസം കുറച്ചുകൂടിയും ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അസറ്റൈൽ കോളീൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഈ ബോട്ടുലിനിയം ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഈ കോളീനെസ്ട്രേസ് എൻസൈമിൻ്റെ വേറൊരു പേരാണ് അസറ്റൈൽ കൊളീനെസ്ട്രേസ്. ഇത് മെയിൻലി ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നത് അസറ്റൈൽ കോളീനെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റൈൽ കോളീൻ ഈ കോളീനെസ്ട്രേസിൻ്റെ സഹായത്തോടെയാണ് രണ്ടായി നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ കോളീനും അസറ്റിക് ആസിഡായിട്ട് മാറുന്നത്. ഈ അസറ്റൈൽ കോളീൻ മെയിൻലി ആക്ട് ചെയ്യുക 2 ക്ലാസ് ഓഫ് റിസപ്റ്റേഴ്സിലാണ്. മസ്കാരിനിക് ഉണ്ട്, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ ബയോസിന്തസിസ് ആൻഡ് കാറ്റാബോളിസം ഓഫ് അസറ്റൈൽ കോളീൻ എന്ന് പറയുന്നത്.